അതിഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെ ആയിരിക്കും ഇക്കുറി അമ്പലപ്പാറ പഞ്ചായത്തിൽ നടക്കുക എന്ന് അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ. കഴിഞ്ഞ ഭരണസമിതികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയായിരിക്കും ഇക്കുറി അമ്പലപ്പാറ പഞ്ചായത്തിൽ നടക്കുക എന്ന് അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ. കാർഷിക മേഖലയായ പഞ്ചായത്തിലെ കർഷകർ മഴവെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ തോടുകൾ ജലസമൃദ്ധമാക്കാനുള്ള നടപടി സ്വീകരിക്കാനും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതികൾ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനോപകാരപ്രദമായ പരിപാടികളാണ് ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കാർഷിക മേഖല ഇവിടുത്തെ മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചുള്ള പ്രദേശമാണ്. ഇവിടെ കനാലുകളൊന്നും ഇല്ല. ജലസമൃദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് കൂടുതൽ ജലം ഊർന്നിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ അഭ്യസ്തര വിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വിവിധ സംരംഭങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ള ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും പഞ്ചായത്ത് കല്യാണ മണ്ഡപം നവീകരിച്ച് കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയും സജീവ പരിഗണനയിൽ ഉള്ളതായി അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും സ്വയം തൊഴിൽ സംരംഭങ്ങൾ വൻതോതിൽ ആരംഭിച്ച് സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, തൊഴിൽ പ്രദാനം ചെയ്യുക എന്ന പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ ഭരണസമിതി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറൊന്ന്, അമ്പലപ്പാറയിലെ നിലവിലെ പഞ്ചായത്ത് കല്യാണ മണ്ഡപം പുതുക്കിപ്പണിത് ആധുനിക സൗകര്യങ്ങളോടുള്ള കൂടിയിട്ടുള്ള ഒരു കല്യാണ മണ്ഡപമാക്കി മാറ്റുകയും നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ ഭരണസമിതി. നഗരവികസനവും കാർഷിക മേഖലയിലെ വന്യമൃഗശല്യം, തെരുവുനായ ശല്യം എന്നിവ പരിഹരിക്കാനും വയോജന പരിപാലനം, അംഗൻവാടി ആധുനികവൽക്കരണം തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പറയുന്നത്. അമ്പലപ്പാറ ടൗണും മുരിക്കമ്പറ്റ ടൗണും ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഏറ്റെടുത്ത് നടപ്പാക്കും. കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ ഇതായിട്ടുള്ള വന്യമൃഗ ശല്യം അത് എങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയും, എന്ത് പരിഹാരമാണ് അതിനുണ്ടാക്കാൻ വേണ്ടി കഴിയുക എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പഠനം നടത്തുകയും നമ്മൾ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിപാടികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാന വിഷയമാണ് തെരുവുനായ ശല്യം. തെരുവുനായ ശല്യം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ ഗൗരവമായിട്ട് പരിഗണിച്ച് പരിഹാരം കാണണം എന്ന് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അംഗനവാടികളെ ആധുനികവൽക്കരിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഈ ഭരണസമിതി അതിൻ്റെ എല്ലാ ശേഷിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കും. കഴിഞ്ഞ ഭരണസമിതിക്കെതിരെയുള്ള ആരോപണം പുകമറ ആണെന്നും യാതൊരു പ്രശ്നവും ഭരണസമിതിക്കുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നും എല്ലാവരെയും ചേർത്ത് നിർത്തി പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ തവണത്തെ ഭരണസമിതിക്കെതിരായ ആരോപണങ്ങൾ അതൊരു പുകമറ സൃഷ്ടിക്കലായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യം ഉണ്ടായിരുന്നില്ല. അമ്പലപ്പാറ പഞ്ചായത്ത് ഭരണം വളരെ സുഗമമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി ആ ഒരു ഇതിൻ്റെ ചൂടിൽ നിന്നിട്ടല്ല, എന്തായാലും എല്ലാവരെയും കൂട്ടിയിണക്കി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനാണ് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. അമ്പലപ്പാറ പഞ്ചായത്തിലെ 5-ാം വാർഡ് കണ്ണമംഗലം വാർഡിലെ ജനപ്രതിനിധിയാണ് കെ രാധാകൃഷ്ണൻ. BJPയുടെ കയ്യിൽ നിന്നും വാർഡ് പിടിച്ചെടുക്കുകയായിരുന്നു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നിലവിൽ CPM ഏരിയ കമ്മിറ്റി അംഗവുമാണ്.